So good morning all. Only 8 students joined. Only 6 joined. Start AM. In the last class, we have discussed about third module last topic, some project estimation techniques. Baby Srishma, ഒരു concept പറഞ്ഞേ. Different project estimation techniques. പ്രൊജക്ട് എസ്റ്റിമേഷൻ ടെക്നിക് എന്ന് പറയുമ്പം പ്രൊജക്ടിന്റെ ക്വാളിറ്റി അഷ്വർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ സൈസ്, ഡ്യൂറേഷൻ അതൊക്കെ വെച്ചിട്ട് അതിൽ നമ്മൾ 3 ടെക്നിക്കാണ് പഠിച്ചത്. എംപെരിക്കലും, ഹ്യൂറിസ്റ്റിക്കും, അനലിറ്റിക്കലും. Okay. എംപെരിക്കല് 2 പറഞ്ഞു. എക്സ്പേർട്ട് ജഡ്ജ്മെന്റൽ, ഡെൽഫി കോസ്റ്റും. എക്സ്പേർട്ട് ജഡ്ജ്മെന്റലില് എക്സ്പേർട്ട് ആയ ഒരാളെ നോളജ് വെച്ചിട്ട് കോസ്റ്റ് പറയുന്നത്. ഡെൽഫിയില് ഒരു ടീമിന്റെ ഐഡിയയില് കോസ്റ്റ് പറയുന്നത്. Okay. പിന്നെ ഹ്യൂറിസ്റ്റിക് എന്ന് പറയുമ്പോൾ മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് വെച്ചിട്ട് കോസ്റ്റ് ഐഡന്റിഫൈ ചെയ്യുന്നത്. Okay. First we have to identify the identified variable like size of the program, etc. Then we are identifying a dependent variable with the help of some constants. Example, COCOMO model is an example. We can have single variable and multiple variable. Then finally, analytical method, it's a combination of first two. Our concept we wind up ചെയ്തു. Previous questions share ചെയ്തിട്ടുണ്ട്, already available in Google Classroom. Today we are coming to fourth module. Fourth module mainly focusing coding. അപ്പോൾ നിങ്ങൾക്ക് സൈഡ് ഹെഡിങ് എഴുതാം, കണ്ടന്റ്സ് ഞാൻ പറയാം. In fourth module, coding ആണ് first part. Then we are going to different testing strategies. Coding നമുക്കറിയാം, we have to perform coding after designing the project, and after coding we have to perform testing. Rough ആയിട്ട് നിങ്ങൾക്ക് some testing strategies familiar ആണ്. We discussed about integration testing and unit testing and all. Finally we are discussing some validation, how to perform software validation. ഈ ഒരു കോൺസെപ്റ്റ് ആണ് content of fourth module. Okay, Devika. Sir. I am giving you an SRS document, ഒരു source requirement specification along with the software designing ഞാൻ തരുന്നു. Then Devika അതെങ്ങനെ അപ്രോച്ച് ചെയ്യും? Then next aim is to build the code or coding. എന്തൊക്കെ constraints നമ്മൾ കൺസിഡർ ചെയ്യണം? ഏത് ലാംഗ്വേജ് സ്യൂട്ടബിൾ? Yeah, language preference നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു. Then പിന്നെ അതിന്റെ ഒരു ലെവൽ ഈസി ആണോ കോംപ്ലക്സ് ആണോ? അണ്ടർസ്റ്റാൻഡബിലിറ്റി, അതായത് നമ്മളൊരു ഹെൽപ്പിന് പോകുമ്പോൾ നമുക്ക് ഹെൽപ്പ് കിട്ടുമോ എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. Then പ്രീവിയസ്ലി റിലേറ്റഡ് പ്രൊജക്റ്റ് ഉണ്ടോ നോക്കും. ഓക്കെ. പിന്നെ കോഡ് ബിൽഡ് ചെയ്യാൻ ഒരു എൻവയോൺമെന്റ്, is there any packages available or frameworks available, ഇതൊക്കെ നമ്മൾ നോക്കും. Then അനഘ ഒരു few points കൂടി പറഞ്ഞേ. Before going to coding ഒരു ഓവറോൾ ഐഡിയ ഉണ്ടാവണം. എന്തൊക്കെ ചിന്തിക്കണം? ഗോൾ എന്താണ് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട്. ഓക്കെ. Then goal, ഇപ്പം if it is a web based project ആണെങ്കിൽ we can go for PHP, .NET, different high level languages അവിടെ ഉണ്ട്. പിന്നെ ഒരു കൺസ്ട്രെയിൻസ് എന്താണ്? റഫായിട്ട് പറയാണ്. ഓക്കെ, ബട്ട് അതെ, യെസ്, if you are building a code, number of lines should be minimum. കോഡ് എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ലൈൻസ് മിനിമം ആയിരിക്കണം. കോസ്റ്റ് നമ്മുടെ കസ്റ്റമറിന്റെ കോസ്റ്റിൽ നിൽക്കാൻ പറ്റണം. പെട്ടെന്ന് ഡെലിവറി ചെയ്യാൻ പറ്റുന്നത്, അതാണ് കൺസിഡർ ചെയ്യേണ്ടത്. ടൈം പെട്ടെന്ന് നമുക്ക് ഈസിലി ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ലാംഗ്വേജ് നമ്മൾ സെലക്ട് ചെയ്യണം. പിന്നെ ഒരു കൺസ്ട്രെയിൻസ് കൂടി നമുക്ക് പറയാം, ഒക്കറൻസ് ഓഫ് ഇറേഴ്സ് മിനിമൈസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണം നമ്മൾ കോഡ് ബിൽഡ് ചെയ്യാൻ. അപ്പൊ ആ ഒരു കോൺസെപ്റ്റിലേക്ക് നമുക്ക് പോകാം. മൊഡ്യൂൾ 4 വി ആർ ഫോക്കസിങ് കോഡിംഗ്. ഓക്കെ, സൈഡ് ഹെഡിങ് എഴുതാം കോഡിംഗ്. ദെൻ വാട്ട് ഈസ് കോഡിംഗ് എന്ന് വെച്ചാൽ നമുക്കറിയാം, ആഫ്റ്റർ ഡിസൈനിങ്, സോഫ്റ്റ്വെയർ ഡിസൈനിങ് പെർഫോം ചെയ്യുമ്പോൾ വി ഹാവ് എ കൺസെപ്ച്വൽ ഡിസൈൻ ആൻഡ്
ടെക്നിക്കൽ ഡിസൈൻ. കൺസെപ്ച്വൽ ഡിസൈൻ എന്തിനായിരുന്നു? മെയിൻലി ഫോർ യൂസേഴ്സ് ഓർ ക്ലയന്റ്, ഹൗ ദ സിസ്റ്റം വർക്ക്സ്. ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ കോൺസെപ്ച്വൽ ഡിസൈനിൽ പറഞ്ഞു. ദെൻ വി ഹാവ് എ ടെക്നിക്കൽ ഡിസൈൻ ഫോർ ഡെവലപ്പേഴ്സ്. കോഡ് പെർഫോം ചെയ്യുന്ന ആൾക്ക് ഡെവലപ്പേഴ്സിന് ഒരു ടെക്നിക്കൽ ഡിസൈനും ഡിസൈൻ ടീമും ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബേസ്ഡ് ഓൺ ദി ഡിസൈൻ വി ആർ പെർഫോമിംഗ് കോഡിംഗ്. അതാണ് നമ്മുടെ മെയിൻ കോൺസെപ്റ്റ്. ഓക്കെ, ദെൻ വി ക്യാൻ പെർഫോം കോഡിംഗ് ഇൻ ഡിഫറെന്റ് യൂണിറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാം, ബേസ്ഡ് ഓൺ ഡിഫറെന്റ് ടീം ആയിട്ട് നമുക്ക് ചെയ്യാം. ഫൈനലി വി ആർ ഇന്റഗ്രേറ്റിംഗ്, ഫൈനലി വി ആർ പെർഫോമിംഗ് യൂണിറ്റ് ടെസ്റ്റിംഗ്. വി ആർ ടെസ്റ്റിംഗ് യൂണിറ്റ് ഇൻഡിവിജ്വലി, ദെൻ വി ക്യാൻ ഇന്റഗ്രേറ്റ്, അതിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മുടെ ഗോളിലേക്ക് എത്തുന്നത്, എൻറ്റയർ സിസ്റ്റത്തിലേക്ക് നമ്മൾ എത്തുന്നത്. ഓക്കെ, റെസ്പോണ്ട് ചെയ്തേ അനക. അപ്പൊ കോഡിംഗ്, ഓക്കെ, കോഡിംഗ് എന്ന് പറഞ്ഞൊരു ഹൈഫൺ ഇട്ട് എഴുതാം. ആക്ടിവിറ്റി ടു ഇംപ്ലിമെന്റ് ദി ഡിസൈൻ. Activity to implement the design. Goal is to reduce the cost. We are implementing the design. Our goal is to reduce the cost. We have to write a quality code with a few bugs. We have to write quality code with a few bugs. Bugs means errors in a program. With a few bugs. Then coming to coding principles and concept. Individually നമ്മൾ ഓരോന്നും ഡിസ്കസ് ചെയ്യും. ഫസ്റ്റ് നമുക്ക് പറയാം പ്രിൻസിപ്പിൾ ദാറ്റ് ഗൈഡ് ദി കോഡിംഗ് ടാസ്ക്. മെയിൻലി കോഡിംഗ് നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യേണ്ട കുറച്ച് ഫീച്ചേഴ്സ് നമ്മൾ പറയുന്നു. ടു പെർഫോം കോഡിംഗ് ടാസ്ക് വി ഹാവ് ടു കൺസിഡർ പ്രോഗ്രാമിംഗ് സ്റ്റൈൽ, പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആൻഡ് പ്രോഗ്രാമിംഗ് മെത്തേഡ്സ്. ജസ്റ്റ് നോട്ട് ഡൗൺ ചെയ്യാം. To perform coding task, we have to consider programming style, programming languages, and programming methods. Then fundamental coding principles. Individually നമ്മൾ ഡിസ്കസ് ചെയ്യും. Fundamental coding principles include preparation principle, coding principle, and validation principles. Fundamental coding principles, preparation principle, coding principle, and validation principle. Okay. Then preparation principle എന്താണെന്ന് വെച്ചാൽ we got the design. Then we have to understand the problem and we have to understand the basic design concepts and we have to pick a proper programming language and a programming environment. ഇത്രയും കാര്യങ്ങളാണ് ഇനീഷ്യലി നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. We have to, by understanding the software design, we have to understand the problem identify ചെയ്യണം. And basic design principles എന്തൊക്കെയാണ്? We can go for modularity, subsystem ഒക്കെ ആയിട്ട് ബിൽഡ് ചെയ്യണം. ഡിസൈൻ പ്രിൻസിപ്പിൾസ്, ഡിസൈൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. അബ്സ്ട്രാക്ഷൻ, കുറെ പ്രിൻസിപ്പിൾസ് ആൻഡ് കോൺസെപ്റ്റ്സ് നമ്മൾ പറഞ്ഞു. അബ്സ്ട്രാക്ഷൻ, ഡാറ്റ ഹൈഡിങ്, ആർക്കിടെക്ചർ, റിഫൈൻമെന്റ്, റീഫാക്ടറിങ്, അങ്ങനെ കുറെ ബേസിക് സിസ്റ്റംസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറെ കോൺസെപ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഫെമിലിയർ ആയിരിക്കണം. Then we have to pick one programming language, then programming environment. Environment means any framework, Eclipse or .NET.
ലാരവൽ, കോഡിഗ്നൈറ്റർ, ഡിഫറെന്റ് ഫ്രെയിം വർക്ക്സ് നമ്മൾ പിക്ക് ചെയ്യണം. കാര്യം ക്ലിയർ ആണോ? വാട്ട് ആർ ദി ഡിസൈൻ പ്രിൻസിപ്പിൾസ് ആൻഡ് കോൺസെപ്റ്റ്സ്? ഒരാൾ പറഞ്ഞേ. മസ്ന, ഫോർ ഇംപ്ലിമെന്റിംഗ് എ കോഡ് വി ഷുഡ് ബി ഫെമിലിയർ വിത്ത് ദ ഡിസൈൻ പ്രിൻസിപ്പിൾസ് ആൻഡ് കോൺസെപ്റ്റ്സ്. എന്തൊക്കെയാ? ഹലോ സർ. പറഞ്ഞോളൂ. കോഡിംഗ് പ്രിൻസിപ്പൽസ് എന്ന് വെച്ചാല് കോഡിംഗ് ടാസ്ക് ചെയ്യേണ്ടിട്ടുണ്ടെങ്കിൽ പ്രോഗ്രാമിംഗ് അല്ല, ലാസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ പറഞ്ഞല്ലോ ഡിഫറെന്റ് ഡിസൈൻ പ്രിൻസിപ്പിൾസ് ആൻഡ് കോൺസെപ്റ്റ്സ്. എന്തൊക്കെയായിരുന്നു? പ്രോഗ്രാമിംഗ് റീഫാക്ടറിംഗ്, ഫങ്ഷണൽ ഇൻഡിപെൻഡൻസ്, ദെൻ പാറ്റേൺസ്, ആർക്കിടെക്ചർ, മൊഡ്യൂലാരിറ്റി. ഡിസൈൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. പിന്നെ അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾസ് മനസ്സിലാക്കണം. ഓക്കെ. പിന്നെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് സെലക്ട് ചെയ്തിട്ട് ഒരു പ്രോഗ്രാമിംഗ് എൻവയോൺമെന്റും കൂടി സെലക്ട് ചെയ്യണം. ഓക്കെ. കീർത്തന, ലാസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ ഡിഫറെന്റ് ഡിസൈൻ പ്രിൻസിപ്പിൾസ് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? അഞ്ജലി, ആർക്കെ ഒന്ന് ഓർത്ത് നോക്കിയേ. വി ഹാവ് സം ഡിസൈൻ പ്രിൻസിപ്പിൾ ലൈക്ക് അബ്സ്ട്രാക്ഷൻ, ആർക്കിടെക്ചർ, പാറ്റേൺസ്, മൊഡ്യൂലാരിറ്റി, ഇൻഫർമേഷൻ ഗൈഡിങ്. കുറെ ഡിസൈൻ പ്രിൻസിപ്പിൾസ് ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ഫെമിലിയർ ആയിരിക്കണം ടു ഇംപ്ലിമെന്റ് എ കോഡ്. അപ്പം പ്രിൻസിപ്പിൾസ് മറന്നുപോയൊരു ജസ്റ്റ് സൈഡിൽ എഴുതി വെച്ച അബ്സ്ട്രാക്ഷൻ, ഡാറ്റ ഹൈഡിങ്, പാറ്റേൺസ്, ഫങ്ഷണൽ ഇൻഡിപെൻഡൻസ്, മൊഡ്യൂലാരിറ്റി, ആ ഒരു ഹൈഫൺ ഇട്ട് അതൊക്കെ എഴുതി വെക്കുക. അഖിൽ സി പോൾ ഓക്കെ അല്ലേ? ഇതാണ് പ്രിപ്പറേഷൻ. ദെൻ നെക്സ്റ്റ് കോഡിംഗ് പ്രിൻസിപ്പിൾസ്. നമ്മൾ പ്രിപ്പറേഷൻ ഇനീഷ്യലി വേണ്ടത് പറഞ്ഞു. വി ഹാവ് ടു ഡിസൈൻ കോൺസെപ്റ്റ്സ് വേണം, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വേണം, ദെൻ ആൻ എൻവയോൺമെന്റ് വേണം. കോഡിംഗ് പ്രിൻസിപ്പിൾസ്, കോഡിലേക്ക് പോകുമ്പോൾ വി ഹാവ് ടു ചെക്ക് അവർ അൽഗോരിതം, വി ഷുഡ് ബി ഫെമിലിയർ വിത്ത് ഡാറ്റ സ്ട്രക്ചേഴ്സ്, we should be familiar with the software architecture, then conditional logic. Logic എന്ന് വെച്ചാൽ എന്താ? How the information flow takes place in the software. Normally ആണോ, based on the condition ആണോ? How information flow നമുക്ക് ഫെമിലിയർ ആയിരിക്കണം. Then ലൂപ്പ് നമുക്ക് മേക്ക് ചെയ്യാം. പക്ഷെ ഈസിലി ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ലൂപ്പ് മാത്രമേ നമ്മൾ പ്രോഗ്രാമിൽ കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. ദെൻ വി ഹാവ് ടു സെലക്ട് മീനിങ് വേരിയബിൾ നെയിംസ്. കോഡിംഗ് സ്റ്റാൻഡേർഡ്സിൽ നമ്മൾ അത് എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പൊ ഇത്രയും ഓർക്കുക. കോഡിംഗ് പ്രിൻസിപ്പിളിൽ വി ഷുഡ് ബി ഫെമിലിയർ വിത്ത് അൽഗോരിതം, ഡാറ്റ സ്ട്രക്ചേഴ്സ്, ലോജിക് ഓഫ് ദി പ്രോഗ്രാം, ഡോക്യുമെന്റേഷൻ. ഇതൊക്കെ നമ്മൾ കോഡിംഗ് പ്രിൻസിപ്പിൾസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഇപ്പൊ റഫായിട്ടൊന്ന് ഓർത്തിരിക്കുക. കോഡിംഗ് പ്രിൻസിപ്പിൾ ഹൈഫൺ എഴുതുക, അൽഗോരിതംസ്, ഡാറ്റ സ്ട്രക്ചേഴ്സ്, ലോജിക് ഓഫ് ദി പ്രോഗ്രാം, സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ, ഓക്കെ അല്ലേ? ശ്രദ്ധ. ഓക്കെ, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. ദെൻ വാലിഡേഷൻ പ്രിൻസിപ്പിൾ. After implementing or performing coding, we have to perform unit test. Unit test means individually identifying the errors in the units. ഓരോ individual unitsനെയും individually നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു. Then conduct a code walkthrough. Code walkthrough എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് സിസ്റ്റം ബിൽഡ് ആയി കഴിഞ്ഞാൽ ലൈൻ ബൈ ലൈൻ ആയിട്ട് എക്സ്പേർട്ട് അതിനെ ഐഡന്റിഫൈ ചെയ്യുന്ന, ബഗ്സിനെ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു ഓപ്ഷനെ പറയുന്ന പേരാണ് കോഡ് വാക്ത്രൂ. എൻറ്റയർ കോഡിനെ നമ്മൾ ട്രാവൽ ചെയ്യുന്ന ആ ഒരു എക്സ്പെർട്ട് ട്രാവൽ ചെയ്യും, മീൻസ് ലൈൻ ബൈ ലൈൻ ആയിട്ട് ടു ഐഡന്റിഫൈ ദി ബഗ്സ് ഇൻ ദി പ്രോഗ്രാം. ഈ ഒരു ടേം ആണ് കോഡ് വാക്ത്രൂ. ദെൻ ഇഫ് എനി എറേഴ്സ് ഒക്കേഴ്സ് വി ഹാവ് ടു റീഫാക്ടർ ദി കോഡ്. റീഫാക്ടറിങ് മീൻസ് നമുക്കറിയാം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള വേരിയബിൾസ് ഉണ്ട്, അൺയൂസ്ഡ് വേരിയബിൾസിനെ അവോയ്ഡ് ചെയ്യുക, അൺയൂസ്ഡ് സ്റ്റോറേജസ് ഡിലീറ്റ് ചെയ്യുക, അൺയൂസ്ഡ് ആയിട്ടുള്ള അൽഗോരിതംസ് ഉണ്ടെങ്കിൽ അതിനെയൊക്കെ നമ്മൾ റിമൂവ് ചെയ്തിട്ട് റിലയബിൾ ആയിട്ടുള്ള കോഡ് കൊണ്ടുവരുന്ന ആ ഒരു ടേം ആണ് റീഫാക്ടറിങ് എന്ന് പറയുന്നത്. സോ ആഫ്റ്റർ കോഡിംഗ് ഒക്കെ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ റീഫാക്ടർ. കോഡ് കുറച്ചുകൂടി
റിലയബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ്, എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റീഫാക്ടറിങ് ചെയ്യുന്നത്. സോ ഇൻ വാലിഡേഷൻ പ്രിൻസിപ്പിൾ we conduct a code walkthrough. Expert will identify the errors in the program. And we are performing unit testing. Individually ഉള്ള സിസ്റ്റത്തിലെ യൂണിറ്റ്സിനെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു. ദെൻ റീഫാക്ടറിങ്, റിലയബിൾ ആണോ എൻഹാൻസ് ചെയ്യാൻ നോക്കുന്നു. ഇത്രയും കാര്യങ്ങൾ വാലിഡേഷൻ പ്രിൻസിപ്പിളിലുണ്ട്. സോ ഫസ്റ്റ് 3 കാര്യം നമ്മൾ പറഞ്ഞു. ഫണ്ടമെന്റൽ കോഡിംഗ് പ്രിൻസിപ്പിൾസ്, പ്രിപ്പറേഷൻ പ്രിൻസിപ്പിൾസും കോഡിംഗ് പ്രിൻസിപ്പിളും വാലിഡേഷൻ പ്രിൻസിപ്പിളും. ഓക്കെ അല്ലേ? ദേവിക ഓക്കെയാണ്. ഓക്കെ, ഇനി നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള വേറൊരു കാര്യത്തിലേക്ക്, നിങ്ങൾക്ക് എല്ലാം ഫെമിലർ ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് പോവാണ്. വാട്ട് ആർ എഴുതാ, ഡിഫറെന്റ് കോഡിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് എഴുതാം. ഡിഫറെന്റ് കോഡിംഗ് സ്റ്റാൻഡേർഡ്സ്. സോ വൈ വി ആർ ഗോയിങ് ഫോർ കോഡിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ നമ്മുടെ കയ്യിലുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, വൺ പേഴ്സൺ ഒരു കോഡിന് വേണ്ടി വർക്ക് ചെയ്തു. സപ്പോസ് അയാൾ അവിടുന്ന് ആ ജോബ് സ്കിപ്പ് ചെയ്ത് വേറൊരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ വേറൊരാളാണ് എന്ത് ചെയ്യേണ്ടത്, ആ കോഡിനെ എപ്പോഴും ദെൻ റീറൈറ്റ് ചെയ്യേണ്ടത്, അതിനെ കണ്ടിന്യൂ ചെയ്യേണ്ടത്. അപ്പം കോഡ് ഷുഡ് ബി പ്രോപ്പർലി ഡോക്യുമെന്റഡ്. നമുക്കറിയാം വി ക്യാൻ പെർഫോം ഡോക്യുമെന്റേഷൻ, വി ക്യാൻ കമന്റ് ദി കോഡ് പ്രോപ്പർലി. ഈ ഒരു ഓർഡറിൽ പോയാൽ മാത്രമേ ആ വർക്ക് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വൽ ഫേംസ്, ഓരോ ഫേമിനും അല്ലെ ഓരോ സോഫ്റ്റ്വെയർ കമ്പനിക്കും അതിൻ്റെതായ സോഫ്റ്റ്വെയർ കോഡിംഗ് സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും, ഡിഫറെന്റ് റൂൾസ് ഉണ്ടാവും. ആ റൂളിൽ മാത്രം, അപ്പൊ അവർ ഡ്യൂറിങ് ട്രെയിനിങ് സെഷൻ അവർ നമുക്കത് പറഞ്ഞു തരും. ആ ഒരു സ്റ്റാൻഡേർഡിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കോഡ് ചെയ്യാൻ പറ്റുള്ളൂ. സപ്പോസ് നമ്മൾ പ്രോപ്പർലി കളർ ചെയ്യേണ്ടി വരും, വേരിയബിൾ ഡിക്ലറേഷൻ ഒക്കെ പ്രോപ്പർലി ചെയ്യേണ്ടി വരും. വി ഹാവ് ടു ഡോക്യുമെന്റ് ദി കോഡ് പ്രോപ്പർലി. എന്തൊക്കെ കൺസിഡറേഷൻസ് വേണം, അതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. കോഡിംഗ് സ്റ്റാൻഡേർഡ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. സോ അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് കോഡിംഗ് സ്റ്റാൻഡേർഡ് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റണം. യൂണിഫോം അപ്പിയറൻസ്. നിങ്ങൾ നോട്ട് എഴുതുന്ന പോലെ കോഡ് എഴുതാൻ പാടില്ല. നോട്ട് എഴുതുമ്പോൾ എന്താ, ചിലപ്പോൾ നമ്മൾ ലെഫ്റ്റ് അലൈൻമെന്റ് പോകും, വി ക്യാൻ ഗോ ഫോർ റൈറ്റ് അലൈൻമെന്റ്. നമ്മൾ അണ്ടർലൈൻ ചെയ്യും, മഷി തീരുമ്പോൾ ചുവന്ന മഷി കൊണ്ട് എഴുതും, ഗ്രീനിങ് കിട്ടിയ ഗ്രീനിങ് കൊണ്ടുവരെ എഴുതും. പക്ഷെ നോട്ട് പോസിബിൾ ഇൻ കോഡിംഗ്. വി ഷുഡ് ഹാവ് എ യൂണിഫോം അപ്പിയറൻസ്. ഡിഫറെന്റ് എഞ്ചിനീയേഴ്സ് എഴുതിയാലും ഒരേ എഴുതിയ ആ ഒരു ഫീല് നമുക്ക് ഉണ്ടാവണം. ദെൻ കോഡ് അണ്ടർസ്റ്റാൻഡിങ്. കോഡ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താ, ഡിഫറെന്റ് ഫങ്ഷൻസ് ഒക്കെ സെപ്പറേറ്റ് ചെയ്ത്, മൊഡ്യൂൾസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്ത്, ക്ലോസിങ് ഓപ്പണിംഗ് ബ്രാക്കറ്റ്സ് ഒക്കെ പ്രോപ്പർലി മാനേജ് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ കോഡിംഗ് നമ്മൾ എന്ത് ചെയ്യണം. ഓക്കെ, അപ്പൊ നല്ലൊരു രീതിയിലുള്ള ആ ഒരു അപ്രോച്ചിനെ നമുക്ക് ഗുഡ് പ്രോഗ്രാമിംഗ് പ്രാക്ടീസ് എന്ന് പറയാൻ പറ്റും. നല്ലൊരു കറക്റ്റ് ടാബ് ഒക്കെ ഇട്ടിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി, കോഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഈ പറഞ്ഞ കാര്യം ഒന്ന് പറയാൻ പറ്റുമോ? അജ്മൽ, ഒരു ഗുഡ് പ്രോഗ്രാമിംഗ് പ്രാക്ടീസ് എങ്ങനെ കൊണ്ടുവരാം നമുക്ക്? ആര് കോഡിങ് എഴുതിയാലും കറക്റ്റ് യൂണിഫോം ആയിട്ടുള്ള അപ്പിയറൻസ് ആയിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ പ്രോപ്പർലി ടാബ്, ഫോണ്ട് സൈസ്, പ്രോപ്പർലി ഡോക്യുമെന്റ്. ഓക്കെ, പ്രോപ്പർലി ഡോക്യുമെന്റേഷൻ, അതായത് കമന്റ്സ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ ഒരു കമ്പനി സ്റ്റാൻഡേർഡിൽ വേണം എന്ത് ചെയ്യാൻ, കോഡ് എഴുതാൻ. ഓക്കെ അല്ലേ? ദെൻ താങ്ക് യു. ദെൻ പ്രോപ്പർലി കോഡ് നമ്മൾ ചെയ്തു. അപ്പൊ അതിന് അഡ്വാൻറ്റേജസ് ഉണ്ട്, സം അഡ്വാൻറ്റേജസ്. എന്തുകൊണ്ടാ? വി ക്യാൻ പെർഫോം കോഡ് ഇൻസ്പെക്ഷൻ ഈസിലി. കോഡ് ഇൻസ്പെക്ഷൻ മീൻസ് ടെക് ഡെവലപ്പേഴ്സ് വിൽ ബി ദർ, ടെസ്റ്റേഴ്സ് വിൽ ബി ദർ. ടെസ്റ്റേഴ്സ് ആണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, ബഗ്സിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പൊ കോഡ് പ്രോപ്പർലി റിട്ടൺ ആണെങ്കിൽ മാത്രമേ നമുക്ക് കോഡിനെ പ്രോപ്പർലി റിവ്യൂ ചെയ്യാൻ പറ്റുള്ളൂ, ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ കോഡിങ് എപ്പോഴും ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണം. ഓക്കെ, കോഡ് റിവ്യൂ എന്ന് പറഞ്ഞാലും അത് തന്നെയാണ്. ടെക്കീസ് തന്നെ അല്ലെങ്കിൽ ടെസ്റ്റേഴ്സ് തന്നെ കോഡിനെ 1 by 1 ആയിട്ട് റിവ്യൂ ചെയ്യുന്നത്. സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ടോ, ഫംഗ്ഷൻ പ്രോപ്പർലി ഔട്ട്പുട്ട് തരുന്നുണ്ടോ, അതിനൊക്കെ നമ്മൾ കോഡ് റിവ്യൂ എന്നാണ് പറയാം. ഇനി ആ കോഡ് റിവ്യൂവിൽ പ്രോപ്പർ സ്റ്റാൻഡേർഡ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, അത് റിജക്റ്റഡ് ആയി പോകും. ആ പാർട്ട്
ഒരു ടീം ഇംപ്ലിമെന്റ് ചെയ്ത ആ പാർട്ട് എന്തായാലും റിജക്റ്റഡ് ആയിപ്പോ. അപ്പം വി ഷുഡ് മെയിൻറ്റെയിൻ എ കോഡിംഗ് സ്റ്റാൻഡേർഡ്. കോഡിംഗ് സ്റ്റാൻഡേർഡ് മാനേജ് ചെയ്താൽ മാത്രമേ കോഡ് ഇൻസ്പെക്ഷൻ ഈസിലി ആവുള്ളൂ. അതർവൈസ് ഡ്യൂറിങ് കോഡ് റിവ്യൂല് ആ കോഡ് എന്തായിപ്പോവും, റിജക്റ്റഡ് ആയിപ്പോവും. അപ്പം എഞ്ചിനീയേഴ്സ് ആണ്, കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസ് പ്രോഗ്രാം എഴുതുമ്പോൾ തന്നെ എന്ത് ചെയ്യണം, ആ ഒരു കോഡിംഗ് സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ട് വേണം നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് വേണ്ടി ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ട് വേണം എപ്പോഴും കോഡ് എഴുതാൻ. വാരി വലിച്ച് കോഡ് എഴുതരുത്. ആ ഒരു കോൺസെപ്റ്റ് മാത്രമേ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഇനി വി ആർ കമ്മിങ് ടു സം ജനറൽ കോഡിംഗ് സ്റ്റാൻഡേർഡ്സ്. നമ്മൾ എല്ലാ പ്രോഗ്രാംസും കീപ്പ് ചെയ്യേണ്ട സം ജനറൽ സ്റ്റാൻഡേർഡ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സൈഡ് ഹെഡിങ് എഴുതാം, സം കോഡിംഗ് സ്റ്റാൻഡേർഡ്സ്. ഇപ്പൊ കോഡിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ എഴുതാം, ഒരു ഹൈഫൺ ഇട്ട് എഴുതാം, സം റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. സം റൂൾസ് ആൻഡ് റെഗുലേഷൻ in order to make code easier to read. Some rules and regulation in order to make a code easier to read. A code easier to read. ഏറ്റവും ഫെമിലിയർ ആയതിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നെയിമിംഗ് കൺവെൻഷൻസ്. നെയിമിംഗ് കൺവെൻഷൻസ്. കോഡ് ഈസി ആയിട്ട് റീഡ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് പാർട്ട് ഇസ് നെയിമിംഗ് കൺവെൻഷൻസ്. നിതിൻ ബാബു ഒന്ന് പറഞ്ഞേ. നിതിൻ ബാബു കോഡ് എഴുതിയപ്പം എന്തൊക്കെ നെയിമിംഗ് കൺവെൻഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്? വേരിയബിൾ അല്ല അസൈൻ ചെയ്തിട്ട്. ഓക്കെ, വേരിയബിൾ നെയിം നമ്മൾ സ്റ്റാർട്ടിങ് വിത്ത് ലോവർ കേസ്, ഇറ്റ് ഷുഡ് നോട്ട് സ്റ്റാർട്ട് വിത്ത് എ ഡിജിറ്റ്, നോ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അണ്ടർസ്കോർ വെച്ച് സ്പ്ലിറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതിയിട്ടില്ലേ? അത് തന്നെയാണ് നമ്മൾ നെയിമിംഗ് കൺവെൻഷനിൽ പറയുന്നത്. അപ്പൊ നമുക്ക് എഴുതാം നെയിമിംഗ് കൺവെൻഷൻ, വേരിയബിൾ നെയിം ഷുഡ് സ്റ്റാർട്ട് വിത്ത് ലോവർ കേസ് ലെറ്റർ. പ്രോഗ്രാം എഴുതുമ്പോൾ, കോഡ് എഴുതുമ്പോൾ നമ്മൾ വേരിയബിൾസിനെ നമ്മൾ സ്മോൾ ലെറ്ററിൽ എഴുതാം. ദെൻ കോൺസ്റ്റന്റ് റിട്ടൺ ഇൻ ക്യാപിറ്റൽ ലെറ്റേഴ്സ്. ഇതൊക്കെ നെയിമിംഗ് കൺവെൻഷൻസ് ആണ്. ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, കോൺസ്റ്റന്റിനെ റൈറ്റ് ചെയ്യുന്നു. Then method name should be start with a verb in lower case, which means we are reading a data. അപ്പൊ അതിനെ verb reading. We are printing a data, printing, writing, information collecting. അപ്പൊ നമ്മൾ ഫംഗ്ഷൻ നെയിം എഴുതുമ്പോൾ, മെത്തേഡ് മീൻസ് ഫംഗ്ഷൻ നെയിം എഴുതുമ്പോൾ നമ്മൾ എല്ലാവരും പോകുന്നത് എങ്ങനെയായിരിക്കും, ഒരു വെർബിലായിരിക്കും. റീഡിങ് ഫംഗ്ഷൻ, ഡാറ്റ റീഡ്, അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ പറയാം. ഇറ്റ് ഷുഡ് ബി ഇൻ ലോവർ കേസ്. This is all about some different naming conventions. Then next about naming a file. Naming a file, which means we can have a name text.c. Naming convention text.c, which means it is a C file. C programming in a file ആണ്. test.java എക്സ്റ്റൻഷൻ നമുക്ക് തരുന്നു, ഇറ്റ് ഈസ് എ ജാവ ഫയൽ. അപ്പൊ ഫയലിനെ നമ്മൾ എന്ത് ചെയ്യണം, സേവ് ചെയ്യുമ്പോൾ ഒക്കെ ചെയ്യുമ്പോൾ പ്രോപ്പർലി നെയിം അലോങ് വിത്ത് ദെയർ എക്സ്റ്റൻഷനിൽ നമ്മൾ സേവ് ചെയ്യണം. ക്ലിയർ അല്ലേ കീർത്തന? ഫസ്റ്റ് വി ഡിസ്കസ്ഡ് അബൌട്ട് സം നെയിമിംഗ് കൺവെൻഷൻസ് ഫോർ വേരിയബിൾസ്. ഓക്കെ, കോൺസ്റ്റന്റ്, ദെൻ ഡിഫറെന്റ് ഫങ്ഷൻസ് നമ്മൾ പറഞ്ഞു. വെൻ വി ആർ കൺസിഡറിങ് എ ഫയൽ, എക്സ്റ്റൻഷൻ ഷുഡ് ബി നമ്മൾ എന്ത് ചെയ്യണം, റൈറ്റ് ചെയ്യണം. മീൻസ് text.c, test.java എന്നൊക്കെ നമ്മൾ എക്സ്റ്റൻഷൻ നമ്മൾ എഴുതണം. ഇനി നെക്സ്റ്റ് എഴുതുക ഇൻ സ്റ്റേറ്റ്മെന്റ്സ്. സ്റ്റേറ്റ്മെന്റ്സ് സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ എഴുതുമ്പം വേരിയബിൾ ഷുഡ് ബി ഇനീഷ്യലൈസ്ഡ് വേർ ഡിക്ലെയർഡ്. സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ എഴുതുമ്പോൾ വേരിയബിൾ ഷുഡ് ബി ഡിക്ലെയർഡ്. സ്ലൈഡിലെ കണ്ടന്റ് അല്ല കേട്ടോ ഞാൻ പറയുന്നത്, നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവണ്ട. സ്റ്റേറ്റ്മെന്റ്സ് എഴുതുമ്പോൾ
വേരിയബിൾ ഷുഡ് ബി ഇനീഷ്യലൈസ്ഡ് വേർ ഡിക്ലെയർഡ്. Then loop variable should be initialized before loop. നമ്മൾ സ്റ്റേറ്റ്മെന്റ്സിലെ കൺവെൻഷൻസ് ആണ് പറയുന്നത്. ലൂപ്പ് വേരിയബിൾ ഷുഡ് ബി ഇനീഷ്യലൈസ്ഡ് ബിഫോർ ലൂപ്പ്. Then we have to consider avoid use of break and continue inside the loop. Avoid the use of break and continue inside the loop. Then loop variable should be initialized before loop. Loop variable should be initialized before loop. വൈഷ്ണവി ഒന്ന് പറഞ്ഞേ, സ്റ്റേറ്റ്മെന്റ്സിൽ നമ്മൾ എന്തൊക്കെ കൺസിഡർ ചെയ്യണം? വൈഷ്ണവി. ഷാരുൺ അറ്റൻഡൻസ് എടുക്കാൻ റാമും വന്നിട്ടുണ്ട്. സാരംഗ് പ്രേം ഒന്ന് പറഞ്ഞേ. സ്റ്റേറ്റ്മെന്റ്സ് എഴുതുമ്പോൾ നമ്മൾ എന്തൊക്കെ കൺസിഡർ ചെയ്യണം? വേരിയബിൾസ് ഇനീഷ്യലൈസ് ചെയ്യണം, എവിടെയാണ് ഡിക്ലെയർ ചെയ്ത മെത്തേഡ്. പിന്നെ ആ ലൂപ്പിന് മുന്നേ തന്നെ ഇനീഷ്യലൈസ് ചെയ്യണം. പിന്നെ പ്രോഗ്രാമിൽ ബ്രേക്കും കണ്ടിന്യൂ എല്ലാം മാക്സിമം അവോയ്ഡ് ചെയ്യുക യൂസ് ചെയ്യുന്നത്. എഴുതുക. നമ്മള് കൂടുതൽ എഫേർട്ട് ഇട്ട് കൂടുതൽ ക്ലവർ ആയിട്ടും കൂടുതൽ ഫ്രീ ആയിട്ടും നമ്മൾ ഒരിക്കലും കോഡ് എഴുതരുത്. അതായത് വളരെ ലിറ്ററലി ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള കേസിലും ഏറ്റവും ക്ലവർ ആയിട്ട് നമ്മൾ കോഡ് എഴുതാൻ പാടില്ല. ഈസിലി അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന രീതിയിൽ പെട്ടെന്ന് മെയിൻ്റെനൻസ് പെർഫോം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണം നമ്മൾ കോഡ് എഴുതാൻ. അപ്പൊ ഒരു ഹൈഫൺ ഇട്ട് എഴുതാം. നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് എഴുതാം, കോഡ് മസ്റ്റ് ബി ഈസി ടു അണ്ടർസ്റ്റാൻഡ്. പറഞ്ഞ കാര്യം മനസ്സിലായെന്ന് തോന്നുന്നു. ഇപ്പൊ ഭയങ്കര ബുദ്ധിയുള്ള ആൾക്കാർ ഇപ്പം റീഡിന് പകരം കളക്ട് എന്നൊക്കെ പറഞ്ഞ് വലിയ ഫംഗ്ഷൻസ് ഒക്കെ എഴുതി പ്രോപ്പർലി കമന്റ് ചെയ്തിട്ടില്ലെങ്കിൽ കോഡ് എന്താ മനസ്സിലാക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റൂല. അതുപോലെ ലിറ്ററലി ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള അങ്ങട് ഇങ്ങട് എന്നൊക്കെ പറഞ്ഞ് ഫംഗ്ഷൻ നെയിം കൊടുത്തു കഴിഞ്ഞാലും നമുക്കത് മനസ്സിലാവാൻ പറ്റൂല. സോ ഈസി ടു അണ്ടർസ്റ്റാൻഡ്, ഇംഗ്ലീഷിൽ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ റീഡ് ചെയ്യാന്നുള്ളത് റീഡ് അല്ലെങ്കിൽ റീഡ് ബൈ റീഡിംഗ് എന്നൊക്കെയുള്ള പ്രോപ്പർലി മനസ്സിലാവുന്ന രീതിയിൽ വേണം നമ്മൾ കോഡ് എഴുതാൻ വേണ്ടി. അത് ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് പ്രോപ്പർലി അതിനെ മെയിൻ്റെനൻസ് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ ആണെന്ന് തോന്നുന്നു. Then about commenting, next side heading എഴുതാം. കമന്റിങ്ങിനെ കുറിച്ച് കുറച്ച് പോയിന്റ്സ് എഴുതണം. ഹെൽപ്പ് ടു അണ്ടർസ്റ്റാൻഡ് ദി കോഡ്. കമന്റ് ഹെൽപ്പ് ടു അണ്ടർസ്റ്റാൻഡ് ദി കോഡ്. Describe the functionality and purpose of the module. Define the purpose and functionality of the module. ഓക്കെ, നമുക്കറിയാം വാട്ട് ദ കോഡ് ആക്ച്വലി ഡൂയിങ്. കോഡ് എന്താണ് ചെയ്യുന്നത് ആ ഒരു ടാസ്ക് നമ്മൾ എന്ത് ചെയ്യും? കമന്റിൽ എഴുതും. ഒരു ഫംഗ്ഷൻ നമ്മൾ റിമൂവ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ആ കമന്റും നമ്മൾ റിമൂവ് ചെയ്ത് കളയണം. അപ്പൊ ആ ഒരു കാര്യം നമ്മൾ ഓർക്കുക. ഓക്കെ, പ്രോപ്പർലി വി ഹാവ് ടു കമന്റ് ദി കോഡ് പ്രോപ്പർലി. കമന്റ് നമ്മൾ റിമൂവ് ചെയ്യുക മീൻസ് കോഡ് നമ്മൾ റിമൂവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കമന്റും റിമൂവ് ചെയ്യണം. അല്ലെങ്കിൽ നെക്സ്റ്റ് വരുന്ന പ്രോഗ്രാമറിന് എന്ത് ചെയ്യാൻ പറ്റും? അത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റൂല. ഓക്കെ, ക്ലിയർ ആണോ? സംഗീത് ഒന്ന് റെസ്പോണ്ട് ചെയ്ത്. സംഗീത്. ഓക്കെ, ദെൻ എന്തെങ്കിലും പോയിന്റ് മിസ് ആയിട്ടുണ്ടോ നോക്കട്ടെ. സ്റ്റേറ്റ്മെന്റ്സ്, നെയിമിംഗ് കൺവെൻഷൻസ് നമ്മൾ പറഞ്ഞു, ഫയൽസ് പറഞ്ഞു, സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ദി സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ പറഞ്ഞു, കമന്റിങ് ആൻഡ് ലേ ഔട്ട് പറഞ്ഞു. ഓക്കെ, ഇത്രയും പോയിന്റ്സേ ഉള്ളൂ. പിന്നെ നമുക്ക് ജസ്റ്റ് സ്ലൈഡ്സിൽ ഒന്ന് രണ്ട് പോയിന്റ്സ് നോക്കാം.
അത്രേ പോയിന്റ്സ്. ഓക്കെ. ദെൻ കോഡ് നമ്മൾ ചെയ്യുമ്പോൾ ഫംഗ്ഷൻ കോഡ് നമുക്കറിയാം. നമ്പർ ഓഫ് ലോക്കൽ വേരിയബിൾസ്, നമുക്ക് ലോക്കൽ വേരിയബിൾസ് ഉണ്ടാവും, നമ്മൾ പാസ് ചെയ്യുന്ന ആക്ച്വൽ വേരിയബിൾസും ഉണ്ടാവും. അപ്പം ഫോർമൽ പാരാമീറ്റേഴ്സും ആക്ച്വൽ പാരാമീറ്റേഴ്സും അറിയാം. അപ്പം നമ്മൾ പാരാമീറ്റേഴ്സ് പാസ് ചെയ്യുമ്പം നമ്പർ ഓഫ് ആക്ച്വൽ പാരാമീറ്റേഴ്സ് സിമിലർ ടു ഫോർമൽ പാരാമീറ്റേഴ്സ് ആയിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ആ പ്രോഗ്രാം വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റില്ല, വേരിയബിൾ മിസ്സിംഗ് എറേഴ്സ് ഒക്കെ വരും. സോ വി ഷുഡ് ബി ഫെമിലിയർ വിത്ത് നമ്പർ ഓഫ് പാരാമീറ്റേഴ്സും അതിന്റെ റെഫറൻസ്. അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. During function call, you have to consider actual parameters and formal parameters. Parameters നമ്മൾ number of parameters നമ്മൾ കൺസിഡർ ചെയ്യണം. Then avoid the use of same variables in multiple purposes. Avoid the use of same variables in multiple purposes. Last few points നമ്മൾ ഡിസ്കസ് ചെയ്തു. Code should be well documented. Then length of a function should not exceed 10 source lines. നമ്മൾ ഫങ്ഷൻസ് എഴുതുമ്പോൾ ഫങ്ഷൻസ് എപ്പോഴും നമ്മൾ നമ്പർ ഓഫ് ലൈൻസ് മിനിമൈസ് ചെയ്യാൻ പറ്റുമോ നോക്കുക. കാരണം പെട്ടെന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാനും ഇറേഴ്സ് ഐഡന്റിഫൈ ചെയ്യാനും ഫംഗ്ഷന്റെ ലെങ്ത് മിനിമൈസ് ചെയ്യുന്നതാണ് നല്ലത്. സോ ലെങ്ത് ഓഫ് ദി ഫംഗ്ഷൻ ഷുഡ് നോട്ട് എക്സീഡ് 10 സോഴ്സ് ലൈൻസ്. Then minimize the use of go-to statements. Go-to statements നമുക്കറിയാം അൺകണ്ടീഷണലി പ്രോഗ്രാമിന്റെ വേറൊരു പാർട്ടിലേക്കൊക്കെ സ്കിപ്പ് ചെയ്യുന്നു, പ്രോഗ്രാമിന്റെ എക്സിക്യൂഷനെ ചേഞ്ച് ചെയ്യുന്നതാണ് ഗോ ടു സ്റ്റേറ്റ്മെന്റ്. ഗുഡ് പ്രോഗ്രാമിംഗ് പ്രാക്ടീസ് എന്ന് പറയുന്നത് യൂസ് ഓഫ് ഗോ ടു നമ്മൾ മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഡു നോട്ട് യൂസ് ഓർ മിനിമൈസ് ദി യൂസ് ഓഫ് ഗോ ടു സ്റ്റേറ്റ്മെന്റ്സ് എന്ന് എഴുതി വെക്കുക. മിനിമൈസ് ദി യൂസ് ഓഫ് ഗോ ടു സ്റ്റേറ്റ്മെന്റ്സ്. അപ്പം ഇത്രയും പ്രൈമറി കൺസേൺ ഉണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് കോഡ് ചെയ്യാം. ഇത്രയും പറഞ്ഞ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ക്ലിയർ ആണോ? മിനിമൈസ് ദി യൂസ് ഓഫ് ഗോ ടു സ്റ്റേറ്റ്മെന്റ്സ്. അതുൽ, അനുഗ്രഹ്, അഞ്ജിത ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. അതിൽ, അനുഗ്രഹ്, അഞ്ജിത ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ക്ലിയർ അല്ലേ? ഓക്കെ. മിനിമൈസ് ദി യൂസ് ഓഫ് ഗോ ടു സ്റ്റേറ്റ്മെന്റ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ക്ലാസ് ഞാൻ റെക്കോർഡ് സ്റ്റോപ്പ് ചെയ്യട്ടെ.